അങ്ങനെതാ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളിതാ സെറ്റായി നമ്മൾ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ബസ് ഇറങ്ങി അതേ ലൊക്കേഷനിലാണ് നമ്മൾ നേരെ ബസ്സിലേക്ക് കയറി കോളേജിലേക്ക് പോകേണ്ടത്. ഈ ഒരു പോണ റൂട്ടിൽ ഒരുപാട് മെഡിക്കൽ റിലേറ്റഡ് ആയ ഇൻസ്റ്റിറ്റ്യൂഷനും യൂണിവേഴ്സിറ്റീസും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനത്തെ ബസ് ഇറങ്ങി നേരെ ക്യാമ്പസിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. മുതിപ്പൂ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് നമ്മൾ ഈ ഒരു ക്യാമ്പസ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ക്ലാസ്സസ് ഒക്കെ ഉള്ളത്. ഹോസ്റ്റലിൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അങ്ങനെ നേരെ ഇവിടുത്തെ ഡൗൺ ക്യാൻറ്റീനിലേക്ക് വന്നിരിക്കുകയാണ്. ലൈവായൊരു ദോശ പറഞ്ഞിട്ടുണ്ട്. അതാവുമ്പോൾ ലൈവായി കിട്ടല്ലോ. അങ്ങനെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് അവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പുറത്തുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ തന്നെയാണ് വന്ന് ഫുഡ് കഴിക്കുന്നത്. ഫുഡും കഴിച്ച് നേരെ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇത് പുതിയ സാധനം കേട്ടോ, ഞാൻ കഴിഞ്ഞ സമയമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. എവിടെ നോക്കിയാലും ബിസിനസ്. അങ്ങനെ നേരെ ഒരു ചായ വാങ്ങി നമ്മുടെ ക്ലാസ്സിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. സാധാരണ ഫസ്റ്റ് ഡേ വരാത്ത എല്ലാ സുഹൃത്തുക്കളും ക്ലാസ്സിൽ ഹാജരായിട്ടുണ്ട്. ഫൈന് പേടിച്ചുകൊണ്ട് തന്നെ എല്ലാവരും അച്ചടക്കത്തിൽ ഇരുന്നിട്ട് ക്ലാസ്സസ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതാ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അത് നമ്മൾ ക്യാൻറ്റീനിലേക്കാണ് വന്നിട്ടുള്ളത്. ബയോമെട്രിക്കും ചെയ്തത് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് നമ്മൾ നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അതിനുശേഷം നമ്മൾ ക്ലാസ് അപ്പോഴത്തേക്കും വൈൻഡപ്പ് ആയിട്ടുണ്ടായിരുന്നു. നേരെ ക്ലാസ്സും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് ഹോസ്റ്റൽ ബസ്സിൽ പോകാം, അല്ലാത്തവർ പ്രൈവറ്റ് ബസ്സിലും. അപ്പോൾ ഓക്കെ, ബൈ.